الحمد لله الحمد لله الحمد لله الجواد الكريم العزيز الحكيم الذي خلق الإنسان في أحسن تقويم وبدر السماوات والأرض بقدرته ودبر الأمور في الدارين بحكمته وما خلق الجن والإنس إلا لعبادته فالطريق إليه واضح للقاصدين والدليل إليه لائح للناظرين ولكن الله يضل من يشاء ويهدي من يشاء وهو أعلم بالمهتدين اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوّل أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم صحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم بدأ الإسلام غريبا فسيعود كما بدأ وطوبى للغرباء إلى آخر الحديث صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم ولما نقض الأيام من طول غفلتي بآمال مغرور وأعمال زلتي
وحان من الدنيا إلى الله رحلتي تفكرت في ذنبي وأسللت دمعتي وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إدلال قدرك عشقا تفخيما صلوا عليه وسلموا تسليما. യാത്ര തുടങ്ങും മുമ്പാരുണ്ടെനിക്കെന്റെ ലക്ഷ്യഗേഹമൊന്നു കാട്ടിത്തരാൻ. യാത്ര തുടങ്ങിക്കഴിഞ്ഞിട്ടെനിക്കാ ലക്ഷ്യ ഗേഹമറിഞ്ഞീടിലെന്തു കാര്യം. സമാദരണീയനും ബഹുമാന്യനുമായ ഈ യോഗത്തിന്റെ സ്വാഗത പ്രഭാഷണം നടത്തിയ പള്ളിക്കര ടൗൺ മസ്ജിദിന്റെ ഇമാം ബഹുമാനനായ ജനാബ് അബ്ദുൽ കരീം മൗലവി, ഖിറാഅത്ത് നടത്തിയ ബഹുമാന്യനായ കെ എം മുഹമ്മദ് ഫാസിൽ എന്ന വിദ്യാർത്ഥി, സമയ ദൗർലഭ്യത കൊണ്ട് മുഖ്യപ്രഭാഷണത്തിനു വേണ്ടി ആശംസാ പ്രഭാഷണത്തിന് വഴിമാറിക്കൊടുത്ത ബഹുമാനനായ ജനാബ് ടി എം പരീദ്, ടി ഇ ഷഫീഖ്, ജനാബ് ടി എ അൻസാർ, ഈ സദസ്സിന് നന്ദി പ്രകാശിപ്പിക്കേണ്ട ജനാബ് ടി കെ സിയാദ്, ഈ പ്രതികൂലമായ കാലാവസ്ഥയെ അതിമനോഹരമായി സജ്ജീകരിച്ച ഈ സദസ്സിലൂടെ അതിന്റെ പ്രതികൂലാവസ്ഥയെ വളരെ ത്യാഗപൂർവം മറികടന്ന ബഹുമാന്യരായ പള്ളിക്കര സൗത്ത് എരുമേലി സാധു സഹായ സമിതിയുടെ കർമ്മോത്സുരകരായ പ്രവർത്തകർ, സാധാരണ ഇത്രയും കോരിച്ചൊരിയുന്ന ഒരു മഴയത്ത് ഒരു മതപ്രഭാഷണ സദസ്സ് തുടങ്ങിയാൽ എത്ര ആളുകൾ ആ സദസ്സ് തുടങ്ങുമ്പോൾ ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ നമ്മുടെ പരിചയം വെച്ചറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം ഈ കാലാവസ്ഥയുടെ പ്രതികൂലതയും വകവെക്കാതെ ഈ വിനീതന്റെ വാക്കുകൾ കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അതിരട്ട ദയാപരനും അത്യുദാരനും അതുല്യനും അദൃശ്യനും അനുഗ്രഹദാതാവും അഖിലാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്യമായി സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളെ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം
അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഈ നാട്ടിലെ സുമനസ്സുകളായ കർമ്മോത്സുകരായ കുറെ ചെറുപ്പക്കാരുടെ സംഗമവേദിയായ പള്ളിക്കര സൗത്ത് എരുമേലി സാധു സഹായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നാം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഇസ്ലാം വ്യവസ്ഥയും അവസ്ഥയും എന്നതാണ്. എന്താണ് ഈ വിഷയത്തിന്റെ ഉള്ളടക്കം എന്ന് ഇത് വായിച്ച ആർക്കും ഇതേവരെ പിടികിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ എന്താണ് ഈ വിഷയം എന്ന് ഉസ്താദ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴും ഇസ്ലാം വ്യവസ്ഥയും അവസ്ഥയും എന്ന വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇന്നതാണ് പറയുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിലൂടെ നാം ഉദ്ദേശിക്കുന്ന ആ ആശയം അത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പങ്കുവെക്കുവാനും ആ അവസ്ഥകൾ അനുകൂലമാക്കി മാറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഇനി നിങ്ങളെ കാത്തിരിപ്പിക്കുക എന്നത് ഒരു വലിയ അക്രമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും പ്രഭാഷണം തുടങ്ങിയപ്പോൾ അല്ലാഹു നമ്മുടെ കാലാവസ്ഥ അനുകൂലമാക്കി തന്നു. അത് ഈ സംഘാടകരുടെ ഇഖ്ലാസ് ആയിരിക്കുമെന്ന് ഞാൻ, അവരുടെ ഹൃദയംഗമായ ഒരു ദുആയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ. മാത്രവുമല്ല, നമ്മുടെ ഈ സദസ്സിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിലെ മമ്പുറത്ത് ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം എന്ന ടൈറ്റിലിന്റെ കീഴിൽ സംസാരിച്ച ആദ്യത്തെ CD നിങ്ങളുടെയൊക്കെ കൈകളിൽ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസത്തെ പ്രഭാഷണം. രണ്ടാമത്തെ ദിവസത്തെ പ്രഭാഷണമാണ് പ്രിയപ്പെട്ട ഉമ്മ എന്ന സബ് ടൈറ്റിലോടുകൂടി ഞാൻ പ്രസംഗിച്ച 2.5-3 മണിക്കൂർ മലപ്പുറം മമ്പുറത്തിനടുത്ത് 2.5 മണിക്കൂർ ഉമ്മയെക്കുറിച്ച് മാത്രം, മാതാവിനെ കുറിച്ച് മാത്രം ഖുർആൻ പറയുന്ന ഭാഗങ്ങൾ. അന്ന് ഏതാണ്ട് ഒരു 20,000-ത്തിലധികം ആളുകൾ കൂടി ആ സദസ്സിൽ കരയാത്തവരായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ ഉമ്മ. ആ വിഷയത്തിന്റെ CD ധാരാളം ആളുകൾ എന്നിറങ്ങും ചോദിച്ചുകൊണ്ട് ആകാംക്ഷയോടെ ഇരുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും ആ CD ഈ സദസ്സിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടും. അങ്ങനെ ഒരു ഭാഗ്യം. യഥാർത്ഥത്തിൽ ഈ പ്രകാശനം ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നത് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ വെച്ചാണ്. പക്ഷെ അതിന്റെ പരിപാടിയൊക്കെ ശരിയായപ്പോൾ എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ചില തിരക്കുകൾ വന്നതുകൊണ്ടാണ് ഇനി വേറെ അതിനുവേണ്ടി ഒരു പ്രത്യേക പരിപാടി നടത്താതെ പള്ളിക്കരയിലേക്ക് അത് മാറിയത്. ഒരു വലിയ ഒരു തീരുമാനമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ പരിപാടി തീരുമാനിച്ചില്ല. മിനിങ്ങാന്നാണ് ഞാൻ ഖത്തറിൽ പോകുന്നതിന്റെ തലേദിവസമാണ് ഞാൻ സംഘാടകരോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, അതിന് നിങ്ങൾ സജ്ജരാകണമോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ CD ഇനി പള്ളിക്കരയും കൂടി ലോകം മുഴുവൻ അറിയപ്പെടും. അല്ലേ തന്നെ പള്ളിക്കര ലോകം മുഴുവൻ അറിയപ്പെട്ടത് അബീഗാലാൻഡ് ഉള്ളതുകൊണ്ട്. ലോകത്തുള്ള റമദാനി പിടിച്ച സർവ്വ നോമ്പും കൊണ്ടുവന്ന് കഴുകി തീർക്കുന്ന സ്ഥലമാണ് പള്ളിക്കര പെരുന്നാളിന്റെ അന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആദ്യം അവസ്ഥ അറിയണം, പിന്നീട് വ്യവസ്ഥ അറിയണം. ഇസ്ലാമിന്റെ അവസ്ഥ എന്താണ്? ഞാൻ ഈ വിഷയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അഭിനവകാല നൂറ്റാണ്ടിന്റെ അവസ്ഥ, അതിനപ്പുറം ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിന്റെ അവസ്ഥ. ആ അവസ്ഥയിൽ ഏറ്റവും വലിയ വ്യവസ്ഥിതികളുടെ കാവലാളുകളായി നിൽക്കാൻ കഴിഞ്ഞ മഹാഭാഗ്യവാന്മാർ. ആ ഒരവസ്ഥ നമ്മുടെ സമകാലീന സമൂഹത്തിലോട്ട് നടന്നു വരുമ്പോൾ ഇസ്ലാം എന്ന വിശ്വമാനവിക ദർശനത്തിന്റെ കൈത്താങ്ങായി നിൽക്കാൻ കഴിയുന്ന ഒരു ജന്മമായി, അതിന്റെ ഒരു ഭാഗമായി, ചരിത്രത്തിന്റെ ഒരു ഭാഗമായി, ഒരു കണ്ണിയായി, ഒരു ബിന്ദുവായി അലിഞ്ഞു ചേരാൻ നമുക്കും കഴിയേണ്ടതുണ്ട്. ആ ദൗത്യം നിർവഹിക്കാൻ കാലത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് കാലചക്രത്തിന്റെ മുന്നിൽ ഈമാനോടുകൂടി പ്രസരിപ്പോടുകൂടി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു ആ രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കുമ്പോൾ നാം അറിയേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ ചരിത്രം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ലോകത്തിന്റെ ആത്മീയ നഗരമായ, ലോക ആത്മീയ നാഗരികതയുടെ തലസ്ഥാനമായ മക്ക നഗരത്തിൽ
ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിന്റെ അവലംബമായി തിരിഞ്ഞു നിന്ന കഅബാലയത്തിന്റെ തൊട്ടുമുറ്റത്ത് തന്റെ കൈമുട്ടുകൾ തലയണയാക്കി തന്റെ ശിരസ് കൈമുട്ടുകളിലോട്ട് ചേർത്തുവെച്ച് മരുഭൂമിയിലെ വിദൂരമായ തണലിന്റെ സാന്നിധ്യമായ ഈത്തപ്പന മരത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന ലോകത്തിന്റെ നായകൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ തിരുദൂതരുടെ ഒരു അനുയായി വേഗതയോടെ വിഹ്വലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ ഓടിപ്പാഞ്ഞു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആഞ്ഞു വന്ന ആ പ്രിയപ്പെട്ട അനുയായിയുടെ പേര് ചരിത്രത്തിൽ കാണാം, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു എന്നായിരുന്നു. തന്റെ മുമ്പിലോട് ആപലാദിയോടെ പാഞ്ഞു വന്ന അനുയായി നേതാവിനോട് ചോദിച്ചു, പത്ര നബിയെ, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അലാ തസ്തൻസിറു ലനാ, ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ സമയമായില്ല നബിയെ, അലാ തദ്ഉ ലനാ, ഞങ്ങളുടെ പരിതാപകരമായ അവസ്ഥകൾക്ക് ഒരു പരിഹാരം കാണാൻ ആകാശത്തിലോട്ട് കൈകൾ ഉയർത്തി അങ്ങയുടെ റിസാലത്തിന്റെ കരം കൊണ്ട് ദുആ ചെയ്യാൻ സമയമായില്ല നബിയെ, സഹിക്കാവുന്നതിന്റെയും അനുഭവിക്കാൻ കഴിയുന്നതിന്റെയും പരിമിതികളും പാരമ്യതകളും കഴിഞ്ഞ് മർദ്ദനങ്ങളും താടനങ്ങളും പീഡനങ്ങളും കഴിഞ്ഞുപോയി നബിയെ, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടി ആരാണൊന്ന് സഹായിക്കുക, ഞങ്ങൾക്ക് വേണ്ടി ആരാണൊന്ന് പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ച് ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു എന്ന ചെറുപ്പക്കാരൻ താൻ ധരിച്ചിരിക്കുന്ന കമീസ്, താൻ ധരിച്ചിരിക്കുന്ന കുപ്പായം അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുകളിൽ പൊക്കി കാണിക്കുമ്പോൾ കൊല്ലപ്പണി ചെയ്തിരുന്ന ഖബ്ബാബ് എന്ന് പറയുന്ന വിശ്വാസിയെ കൊല്ലൻ ഊതിയുണ്ടാക്കുന്ന ചുട്ടുപടുത്ത ഇരുമ്പ് കഷണത്തിന്റെ മുകളിലോട്ടും മലർത്തിക്കിടത്തി, ആ മലത്തിൽ കിടത്തിയ ഖബ്ബാബിന്റെ നെഞ്ചിലേക്ക് കരിമ്പാറ കെട്ടുകൾ എടുത്തു വെച്ച് കരിമ്പാറയുടെ ഭാരം നെഞ്ചിലേക്ക് അമരുമ്പോൾ പച്ചമാംസം താടെ ചുട്ടുപടുത്ത് കിടക്കുന്ന ഇരുമ്പ് ദണ്ടിന്റെ മുകളിലേക്ക് ഞെരിഞ്ഞമർന്നിറങ്ങുമ്പോൾ കത്തിക്കരിഞ്ഞു പോയ പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധം വായുവിൽ അമർന്നു നിൽക്കുമ്പോ കരിഞ്ഞു പോയ മാംസത്തിന്റെ മറുഭാഗത്ത് കാണുന്ന ഉന്തി നിൽക്കുന്ന എല്ലുകൾ കാണിച്ചു കൊടുത്ത് കരിഞ്ഞു മാറുന്ന മാംസത്തിന്റെ വല്ലാത്ത രൂക്ഷമായ ഗന്ധം മലയടിക്കുന്ന അന്തരീക്ഷത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ കുപ്പായം പൊക്കി കാണിച്ചിട്ട്, ഇത് കണ്ടോ നബിയെ, ഇനിയും സഹിക്കാൻ കഴിയില്ല യാ റസൂലല്ലാഹ്, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, എന്നാണ് തിരുദൂതരെ, ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ സമയമായില്ലേ എന്ന് ചോദിക്കുമ്പോ ഒരു മനുഷ്യായുസിനെ അനുഭവിക്കാൻ കഴിയുന്നതിന്റെ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് ചോർന്നൊലിക്കുന്ന രക്തകണങ്ങൾക്ക് സമാനമായ കണ്ണുനീർ തുള്ളികളുമായി തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട അനുയായിയുടെ കണ്ണുനീർ വറ്റിപ്പോയ മുഖത്തേക്ക് തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരി കൊണ്ട് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിന്റെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം കണ്ട ഏറ്റവും വലിയ നായകൻ, തന്റെ പ്രിയപ്പെട്ട അനുയായിയോട് വേവലാതിയോടെ വിഹ്വലതയോടെ തന്റെ മുമ്പിൽ ആശങ്കകൾ കൈമാറുന്ന അനുയായിയോട് പറഞ്ഞ ഒരു സാന്ത്വനത്തിന്റെ വാക്ക് ചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട അനുയായി, എന്റെ പ്രിയപ്പെട്ട അനുചര, നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വർഗത്തിന് വേണ്ടി മാത്രം സത്യത്തിന്റെ ഭാഗത്ത് നിലയുറപ്പിച്ചതിന്റെ പേരിൽ പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ നടന്നു പോകേണ്ടി വന്ന വിധിക്കപ്പെട്ട പ്രിയപ്പെട്ട അനുയായിയോട്, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകുന്നത്? ഖദ് കാന മൻ ഖബലകും വയുഖദു റജുലു വയുഹ്ഫറു ലഹു ഫിൽ അർദി ثم يؤتى بالمنشار فيوضع على رأسه فيجعل نصفين. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ അനുയായിയോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്കറിയില്ലേ, ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ മുൻഗാമികളായ ആളുകൾ സഹിച്ച ത്യാഗത്തിന്റെ കഥകൾ. എന്നിട്ട് റസൂലുള്ളാഹി തന്റെ മുൻഗാമികൾ സഹിച്ച ഒരു കഥനത്തിന്റെ കഥയുടെ ചുരുളടിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ മുൻഭാഗത്ത് ഇതിനു വേണ്ടി ചോരയൊടുക്കിയ ധാരാളം മുൻഗാമികൾ നമുക്കുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ ഖദ് കാന മൻ ഖബലകും, അവരിൽ ഒരാളെ എതിരാളികൾ പിടിച്ചുകൊണ്ടുവന്ന് മരുഭൂമിയുടെ മധ്യത്ത് കൊണ്ടുപോയി ആ മരുഭൂമിയുടെ മധ്യത്ത് ഒരു വലിയ കുഴി കുടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ആ മനുഷ്യനെ ഇറക്കി നിർത്തി മൂർച്ചയുള്ള ഈർച്ചവാള് കൊണ്ടുവന്ന്
കുടിയിലേക്ക് ഇറക്കി നിർത്തപ്പെട്ട നിസ്സഹായനായ നിരാലംബനായ മനുഷ്യന്റെ തലയുടെ മധ്യഭാഗത്തേക്ക് മൂർച്ചയുള്ള ഈർച്ചവാൾ, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അറക്കവാൾ കൊണ്ട് മരം മുറിക്കുന്നത് പോലെ ആ മനുഷ്യനെ ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ അയാളുടെ തലയിലേക്ക് ഈർച്ചവാൾ എടുത്ത് നടുഭാഗത്തേക്ക് വെച്ച് രണ്ട് ഭാഗത്തും രണ്ട് മനുഷ്യരെ വെച്ചിട്ട് ഈർച്ചവാളുകൾ കണ്ട ആ മനുഷ്യനെ നെടുവെ അറക്കുമ്പോൾ അവന്റെ തലയുടെ രണ്ട് ഭാഗം നെടുവെ ഛേദിക്കപ്പെട്ട്, ഹൃദയം ഛേദിക്കപ്പെട്ട്, കൈകാലുകൾ ഛേദിക്കപ്പെട്ട് ആ മനുഷ്യൻ രണ്ട് അർദ്ധഭാഗങ്ങളായി ഇടത്തോട്ടും വലത്തോട്ടും അവന്റെ മനുഷ്യ ശരീരം, പച്ച ശരീരം ഛേദിക്കപ്പെടുമ്പോ ആ മനുഷ്യനെ രണ്ടായിട്ട് നെറുവെ മുറിക്കപ്പെടുമ്പോ എന്നിട്ടും കലിതീരാന് ഇടുക്കിന്റെ കാവൽക്കാർ, ഇരുളിന്റെ കാവൽക്കാർ, ഇരുട്ടിന്റെ തമസിന്റെ അപ്പോസ്തലന്മാർ, എന്നിട്ടും കലിതീരാന്, എന്നിട്ടും കലാപത്തിന്റെ കൊതിതീരാണ് ആ മനുഷ്യന്റെ രണ്ടായി മുറിക്കപ്പെട്ട ശരീരത്തിലേക്ക് മൂർച്ചയുള്ള പല്ലുകളുള്ള ചീർപ്പ് കൊണ്ടുവന്ന ആ മനുഷ്യന്റെ ശരീരത്തിന്റെ മാംസം മുഴുവനും മൂർച്ചയുള്ള പല്ലുകളുള്ള ചീർപ്പ് കണ്ട് അസ്ഥികളിൽ നിന്ന് മാംസം വകന്നു മാറ്റി ഒരു ഭാഗത്ത് മാംസവും മറുഭാഗത്ത് എല്ലുകളുമാക്കി മാറ്റി അവസാനം ആ മനുഷ്യനെ രണ്ടായിട്ട് വെട്ടിമുറിക്കപ്പെട്ടിട്ടും ആ മനുഷ്യനെ രണ്ട് കഷണമായി ഛേദിക്കപ്പെട്ടിട്ടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്രയേറെ തന്റെ സ്വന്തം ശരീരം രണ്ടായി നടുവേ മുറിക്കപ്പെട്ടിട്ട് പോലും താൻ വിശ്വസിച്ച വിശ്വാസ പ്രമാണത്തിൽ നിന്ന് ഒരു അണുക്കിട പോലും വ്യതിചലിക്കാൻ, ഒരു നിമിഷം പോലും ഞാൻ വിശ്വസിച്ചത് അപരാധമായി പോയി എന്ന് മനസ്സിലൊന്നു തോന്നാൻ, ഒരു നിമിഷത്തിന്റെ അർദ്ധപകുതിയിൽ പോലും ഞാനിത് വിശ്വസിച്ചതിന്റെ പേരിലാണ് എനിക്കിത് അനുഭവിക്കേണ്ടി വന്നത്, എന്റെ ജീവിതം പാതിവഴിയിൽ രണ്ടായി ഛേദിക്കപ്പെട്ടത് എന്ന് ആ മനുഷ്യന്റെ മനസ്സിന്റെ അകതാരിൽ പോലും തോന്നിയിട്ടില്ല. അവൻ തന്റെ വിശ്വസിച്ച പ്രമാണ സംഹിതയിൽ നിന്ന് ഒരു കാലടി പോലും അവരെ മാറ്റി നിർത്താൻ ഇനത്തിന്റെ പീഡനങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥയെങ്കിൽ പിന്നെ എന്തിനാണ് ഹബ്ബാബ് ശരീരത്തിന്റെ ഒരു ഭാഗത്തെ പച്ചമാംസം പോലും കത്തിക്കരിഞ്ഞപ്പോ വേദന സഹിക്കാൻ കഴിയാതെ നീ എന്നോട് ആവരാതി പറയുന്നത് എന്തിനാണെന്ന് തന്റെ പ്രിയപ്പെട്ട അനുയായിയോട് കഴിഞ്ഞുപോയ ഗതകാല സമൂഹത്തിന്റെ ഈ ആദർശത്തിന് വേണ്ടി സഹിച്ച ഏറ്റവും വലിയ മർദ്ദന, താടന, പീഡനങ്ങളുടെ സഹിക്കാൻ കഴിയാവുന്നതിനപ്പുറത്തുള്ള കഥകളുടെ കഥ പറഞ്ഞ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ. ഈ പ്രഭാഷണത്തിന്റെ വിഷയത്തെ സമത്തോളം ഈ സലാത്തിന്റെ വീര്യം ഇതിന് യോജിച്ച ഒരു വീര്യമല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ശരീരം വല്ലാതെ നീറിപ്പുകയുന്ന വേദനയുടെ നടുവിൽ പ്രിയപ്പെട്ട നേതാവിനോട് പറയാൻ വന്ന സങ്കടത്തിന്റെ കഥ പോലും മറന്ന്, അല്ലാഹുവേ, ഞാൻ ഇന്ന് മുസ്ലിമായി നിൽക്കാൻ, ഞാൻ ഈ വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും വലിയ ആളായി മാറാൻ എനിക്ക് മുമ്പേ നടന്നുപോയ സമൂഹം അനുഭവിച്ച പീഡനം ഇതാണെങ്കിൽ ഞാൻ അതിനു വേണ്ടി എന്തിന് വേവലാതിപ്പെടണമെന്ന് പറഞ്ഞ് തെളിപുഞ്ചിരിയോടെ ശരീരത്തിന്റെ വേദന മറന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് അതിനേക്കാൾ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അല്ലാഹുവിന്റെ തിരുദൂതര് പറഞ്ഞു അത്രേ, ശരീരം മുഴുവനെ കത്തിക്കരിഞ്ഞ് ചാമ്പലായ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിലേക്ക് പാറി പറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്രേ, ഹബ്ബാബേ കേട്ടുകൊള്ളുക, ഹബ്ബാബേ കേട്ടുകൊള്ളുക, ഹിമാലയത്തിന്റെ ചുറ്റുഭാഗത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ ചുട്ടുപടുത്ത് കിടക്കുന്ന മണരാരണ്യത്തിന്റെ മുകളിൽ തലയിൽ ചാരി വെക്കാൻ ഒരു തലയണ പോലെ സ്വന്തമായിട്ടില്ലാത്ത സഹോദരങ്ങളെ തിരിച്ചറിയണം. തല ചാരി വെക്കാൻ ഒരു തലയണ പോലെ സ്വന്തമായിട്ടില്ലാതെ കാൽമുട്ടുകളിലേക്ക്, കൈമുട്ടുകളിലേക്ക് തലചാരി വെച്ച് ഈ തപ്പന മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങുന്ന അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്ര, ഹബ്ബാബേ വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറ الراكبു മിന സനാ ഇലാ ഹളറമൂദ് ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിബ അലാ ഗനമിഹി. അല്ലാഹുവിന്റെ തിരുദൂതര് പറഞ്ഞു അത്ര, ഹബ്ബാബേ, ഹബ്ബാബേ, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, എന്നെയും നിന്നെയും ഈ പച്ച മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഹബ്ബാബേ ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ, അല്ലാഹു ഈ വിശുദ്ധമായ ഇസ്ലാമിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ഈ വിശുദ്ധമായ ഇസ്ലാമിന്റെ വെന്നിക്കൊടി അല്ലാഹു ലോകത്ത് പാറിക്കുക തന്നെ ചെയ്യും. ഏതുവരെ എന്നറിയുമോ? ഹത്താ യസീറ الراكب من صنعاء إلى حضرموت. അങ്ങകലെ നിന്നുള്ള
സനായിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഹളറമൗത്ത് വരെ പാതിരാ സമയത്തൊരു യാത്രികന്, പാതിരാ സമയത്ത് സഞ്ചരിക്കുന്ന ഒരു വഴിയാത്രികൻ, അവന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സ്വർണ്ണാഭരണങ്ങൾ കയ്യിലുണ്ടെങ്കിലും ആരെയും പേടിക്കാതെ ഭയക്കാതെ പാതിരാ സമയത്ത് തന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ കൂമ്പാരവുമായി ഒരു വഴിയാത്രക്കാരൻ തന്റെ ഒട്ടകപ്പുറത്ത്, അവൻ തന്റെ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു പോകും. ഒരാട്ടിടയൻ തന്നെ ആടുമായിട്ട് പാതിരാ സമയത്ത് സഞ്ചരിച്ചു പോകും. കള്ളനെ പേടിയില്ല, കൊലപാതകിയെ പേടിയില്ല, കൊള്ളക്കാരെ പേടിയില്ല, തന്റെ കരുത്തിലാരെങ്കിലും കത്തിവെക്കുന്നുള്ള ഭയം അവനില്ല. അവന്റെ ഉള്ളിൽ ഒരേ ഒരു ഭയം മാത്രമേയുള്ളൂ, ലാ യഖാഫു ഇല്ലല്ലാഹ്, പടച്ച തമ്പുരാനെ അല്ലാതെ ഭയമില്ല. പിന്നെയോ വദ്ദിബ അലാ ഗനമിഹി, ഈ കാടിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും ചെന്നായ തന്റെ ആടിനെ ആക്രമിക്കുമോ എന്ന ഒരേ ഒരു ഭയം മാത്രമല്ലാതെ മറ്റൊരു ഭയം പോലുമില്ലാതെ സഹോദരങ്ങളെ ചിന്തിച്ചു കൊള്ളുക. സ്വർണ്ണ നാണയങ്ങളും ഉള്ളം കയ്യിൽ പിടിച്ചിട്ട് ഒരു മനുഷ്യൻ 1000 കിലോമീറ്റർ പാതിരാ സമയത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ കാലത്തിലേക്ക്, മാവേലി ഭരിച്ചതിനേക്കാൾ വലിയ നന്മയുടെ നാട്ടിലേക്ക് അല്ലാഹു ഇസ്ലാമിനെ കൊണ്ടെത്തിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ, പോരാ കഅബേക ബദർ ദുജാ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ, സഫാ മലയുടെ സാത്വികനെ നബി മുഹമ്മദ് മുസ്തഫ, ആമിനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ളയുടെ സത്തേ നബി മുഹമ്മദ് മുസ്തഫ, ഹിജാസിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ, തു റഊഫ് ഹേ തു റഹീം ഹേ തു റസൂൽ റബ്ബേ കരീം ഹേ, തു റഊഫ് ഹേ തു റഹീം ഹേ തു റസൂൽ റബ്ബേ കരീം ഹേ. അങ്ങ് ഒരു സാധാരണ നബിയല്ല നബിയെ, അങ്ങ് മാന്യനായ അല്ലാഹുവിന്റെ മാന്യനായ പ്രവാചകനാണ് തിരുദൂതരെ. അങ്ങേക്കല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയില്ല. ഏത് സമയത്താണ് പറയുന്നത്, ഏത് സമയത്താണ് പറയുന്നത്? മുസ്ലിമാണെന്ന് ഉറക്കെ പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ മക്കാ ഖുറൈശികളുടെ ആക്രമത്തെ പേടിച്ചിട്ട് ഒരു ഈത്തപ്പന മരത്തിന്റെ തണലിൽ കിടക്കുമ്പോഴാണ് വരാനിരിക്കുന്ന രോഗത്തിന്റെ സമ്പൂർണതയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആശങ്കയില്ലാത്ത പ്രവചിക്കുന്നത്. ആരാണ് മുമ്പിൽ നിൽക്കുന്നത്? ആ കാലഘട്ടത്തിന്റെ ഇസ്ലാമിന്റെ അവസ്ഥ ഇതാരാ മുമ്പിൽ നിൽക്കുന്നത്? സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നത് പച്ചമാംസം കത്തിക്കരിഞ്ഞു പോയ ഹബ്ബാബിന് അറത്ത് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പച്ച ചെറുപ്പക്കാരനാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ കത്തിക്കരിഞ്ഞ പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധമാണ് അന്ന് മക്കയിലെ അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയ ഹബ്ബാബുമാരുടെ മാംസം കുത്തിക്കരിക്കുന്ന, അതിനേക്കാൾ വലിയ ഹബ്ബാബുമാരുടെ മാംസം കത്തിക്കരിഞ്ഞ് ചാമ്പലാകുന്ന രൂക്ഷഗന്ധം നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് കടന്നു പോകുമ്പോ നിറഗർഭിണിയെ മരത്തിൽ കിടത്തിയിട്ടവളുടെ വയറ്റിലേക്ക്, നിറഗർഭിണിയുടെ വയറ്റിലോട്ട് വലത് കാലെടുത്ത് വെച്ച് ആഞ്ഞ് ചവിട്ടുമ്പോൾ വെളിയിലോട്ട് ചിതറിത്തെറിക്കുന്ന മാസം തികയാതെ വെളിയിലോട്ട് വന്ന നിഷ്കളങ്ക ബാല്യം വാ തുറന്ന് നിലവിളിക്കുമ്പോ ആ നിലവിളിക്കുന്ന നിഷ്കളങ്ക ബാല്യത്തിന്റെ വായിലേക്ക് പെട്രോൾ ഒടിച്ചിട്ട് ആ പെട്രോളിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഉരസിയിട്ട് പാവപ്പെട്ട ഒരു നിഷ്കളങ്കയായ പാവപ്പെട്ട പെൺകുട്ടിയുടെ തലച്ചോറ് ചിതറിത്തെറിക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണിന്റെ പാവപ്പെട്ട നിഷ്കളങ്ക ബാല്യത്തിന്റെ ചിതറിത്തെറിക്കുന്ന തലച്ചോറിന്റെ പച്ചമാംസത്തിന്റെ ഗന്ധമാണ് ഇന്ന് നമ്മുടെ അയൽനാട്ടിൽ അലയടിക്കുന്നതെങ്കിൽ, അയൽനാട്ടിൽ അലയടിക്കുന്നതെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്ന ഭാര്യയും ഭർത്താവിനെയും പിടിച്ചു നിർത്തി ഭർത്താവിന്റെ കൺമുമ്പിൽ വെച്ചിട്ട് ഭാര്യ ക്രൂരമായി മാനഭംഗം തേട് അരുതേ എന്ന് നിലവിളിക്കുന്ന സഹറാബൂദീൻ എന്ന പിതാവ്
യുവാവിനെ പിടിച്ചു നിർത്തിയിട്ട് പെട്രോൾ ഒടിച്ചിട്ട് പച്ചക്ക് കത്തിക്കരിച്ച് ചാമ്പലാക്കി ആ മാനഭംഗം ചെയ്യപ്പെട്ട പെണ്ണിനെ പച്ചയോടെ മരുഭൂമിയിൽ കുഴിച്ചിടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കയിൽ ഹബ്ബാബിന്റെ പച്ചമാംസത്തിന്റെ രന്ധം വന്നതുപോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ സഹറാബുദ്ദീന്റെ പച്ചമാംസത്തിന്റെ ഗന്ധം വരുമ്പോ അന്ന് പെണ്ണിനെ ജീവനോടെ കുടിച്ചു മൂടിയ മക്കാ മുശ്രിക്കുകൾക്കപ്പുറം ഇന്ന് സഹറാബുദ്ദീൻ എന്ന പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യയുടെ പച്ചമാംസത്തിന്റെ ഗന്ധം അനുഭവിക്കുമ്പോ ആ സമയത്തല്ലേ ഇസ്ലാമിന്റെ അവസ്ഥ നാം ചർച്ച ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? 1000 പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധം അലയടിക്കുമ്പോ അങ്ങകലെ പലസ്തീനിലും ചെച്ചിനിയിലും ബോസ്നിയയിലും ഗുജറാത്തിലും കശ്മീരിലും മാറാടിലും ഒക്കെ ആയിരക്കണക്കിന് നിരപരാധികളുടെ പച്ചമാംസത്തിന്റെ ഗന്ധം മുഴുവനും നാസാരന്ധത്തിലോട്ട് കടന്നു വരുമ്പോ നിസ്കാരപ്പായിരുന്നിട്ട് ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ പൊട്ടിക്കരയുമ്പോ സഹോദരങ്ങളെ, റമളാനിന്റെ 15-ാം രാവ് കഴിയുമ്പോ അല്ലാഹുവേ അല്ലാഹും മൻസുറിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അല്ലാഹും അദ്ദിബിൽ യഹൂദ വന്നസാറാ. ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പാദപതന ശബ്ദം കൊണ്ട് അനുഗ്രഹീതമായ മസ്ജിദുൽ നബവിയിലടക്കം മസ്ജിദുൽ ഹറാമിലടക്കം ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസിയുടെ നാവിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ആമീൻ പറയുമ്പോ എന്തേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? ഹബ്ബാബേ ഭയക്കണ്ട ഹബ്ബാബേ, ഹബ്ബാബേ ഭയക്കണ്ട ഹബ്ബാബേ, അല്ലാഹു ഈ ദീനിനെ പൂർത്തീകരിക്കുമെന്ന്, നാളെ ഈ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കീഴിലാകുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പക്ഷേ സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാ. നമ്മൾ ചരിത്രം പറഞ്ഞിട്ട് വീരപുളകമനിയേണ്ടവരല്ല. നമ്മൾ ആരെന്നറിയോ? ഹംസത്തുൽ കറാറിന്റെ ചരിത്രം പറഞ്ഞിട്ട്, ജഅഫർ ഇബ്നു അബീ താലിബിന്റെ കഥ പറഞ്ഞിട്ട്, സെയ്ദ് ഇബ്നു ഹാരിസയുടെ കഥ പറഞ്ഞിട്ട്, അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുടെ കഥ പറഞ്ഞിട്ട്, ഉവൈസുൽ ഖന്നിയുടെ കഥ പറഞ്ഞിട്ട്, റളിയല്ലാഹു തആല അൻഹും സലാഹുദ്ദീൻ അയ്യൂബിയുടെ കഥ പറഞ്ഞിട്ട്, ഉമർ മുഖ്താറിന്റെ ചരിത്രം പറഞ്ഞിട്ട്, അബ്ദുൽ ഖാദിർ ജസാഇരിയുടെ, ഉമർ തൽമസാനിയുടെ, ഹസനുൽ ഹുദൈബിയുടെ, സൈനബുൽ ഖസ്സാനിയുടെ സഹോദരങ്ങളെ കഥ പറഞ്ഞിട്ട് ചരിത്രം പറഞ്ഞിട്ട് പടച്ചായയിൽ വെറും പഴപ്പായിൽ കിടന്നിറങ്ങേണ്ടവരല്ല. ചരിത്രത്തിന്റെ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാവണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോ അന്നത്തെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ? അന്നത്തെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒറ്റ വാക്ക് മതി ഇസ്ലാമിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബദൽ ഇസ്ലാം ഗരീബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ ചോരി കൊരിയുന്ന മടയത്ത് പോലും മടയ അവഗണിച്ചിട്ട് വിനീതനായ അഹ്മദ് കബീർ ബാക്കവിയുടെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവസാന കാലമാകുമ്പോൾ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ, ഇസ്ലാമിനെ ജീവിതത്തിൽ നിലനിർത്താൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ ഒരപരിചിതനെ പോലെ ഇസ്ലാം മാറുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒറ്റ ഹദീസാണ് നമ്മുടെ വിഷയം. ഇസ്ലാമിന്റെ അവസ്ഥ ഇതാണ്. റസൂലുള്ള പറഞ്ഞ 6-ാം നൂറ്റാണ്ടിൽ ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ഒരു വിദേശിയാണ്. ഒരു വിദേശി വന്നാൽ അവനെ നോക്കാൻ ആരാ ഉള്ളത്? അപരിചിതനെ ആരാ സഹായിക്കുക? അങ്ങനെ ആരും സഹായിക്കാനില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെയാണ് ഇസ്ലാം കടന്നു പോകുന്നത്. ആ നൂറ്റാണ്ടിലെ ഈ നൂറ്റാണ്ടിലെ അവസ്ഥ എന്താ? ലോകാവസാനമാകുമ്പോൾ തുടങ്ങിയതുപോലെ വീണ്ടും ഏറ്റെടുക്കാൻ ആരുമില്ലാതെ, സംരക്ഷിക്കാൻ ആരുമില്ലാതെ ഇസ്ലാം ആരുടെ കാലിലും തട്ടിക്കളിക്കാൻ കഴിയുന്ന ഒരു സാധനമായിട്ട് മാറും. ഇതാണ് അവസ്ഥ. ഇസ്ലാമിന്റെ അവസ്ഥ മനസ്സിലായില്ലേ? വ്യവസ്ഥ നാളെ പറയാം. അവസ്ഥ മനസ്സിലായില്ലേ? ഇസ്ലാമിന്റെ അവസ്ഥ എന്താ? അന്നും ആരും കൈപിടിക്കാനില്ല, ഇന്നും ആരും കൈപിടിക്കാനില്ല. ആർക്കും ഇട്ട് തട്ടിക്കളിക്കാം, ഏത് മനുഷ്യനും തട്ടിക്കളിക്കാം. ഇവിടെ ഇസ്ലാമിന്റെ പേര് എന്തൊക്കെയാ നടക്കുക? ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ തട്ടിക്കളിക്കാൻ എതിരാളികൾ ഒരു ഭാഗത്ത്, ഇസ്ലാമിനെ തട്ടിക്കളിക്കാൻ അനുയായികൾ ഒരു ഭാഗത്ത്. എതിരാളികളുടേതല്ല, അതിനേക്കാളപ്പുറം എതിരാളികൾ ഇസ്ലാമിനോട് എതിരുള്ളത് കൊണ്ടാണെന്ന് കണക്കാക്കാം. പക്ഷേ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അനുയായികളായ നമ്മുടെ അവസ്ഥ എന്താ?
നമ്മുടെ അവസ്ഥയും ഇസ്ലാമിനെ തട്ടിക്കളിക്കുക. ആരും ഏറ്റെടുക്കാൻ ആളുകളില്ല. പള്ളിയിൽ ഏറ്റെടുക്കാൻ ആളില്ല, വീട്ടിലേറ്റെടുക്കാൻ ആളില്ല, നാട്ടിലേറ്റെടുക്കാൻ ആളില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലകളിലും ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ ആരുമില്ല. ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ചുമതലയുടെ ദൗത്യം നമുക്ക് നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഏറ്റെടുത്ത ചില ആളുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളിൽ ഒരാളായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരുമില്ലാതിരുന്ന ഇസ്ലാമിനെ ആദ്യം ഏറ്റെടുത്തതാരാ? ഇന്ന് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത് എവിടെയാണ്? ഇസ്ലാമിനെ തട്ടിക്കളിക്കുന്നു. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ അവിടെ ഇസ്ലാമിനെ ഇട്ട് തട്ടിക്കളിക്കും. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ ആ കല്യാണ വീട്ടിൽ ഏറ്റവും കൂടുതൽ തട്ടിക്കളിക്കുന്നത് എന്തിനെയാണ്? ഏറ്റവും കൂടുതൽ തട്ടിക്കളിക്കുന്നത് എന്തിനെയാണ്? ഇസ്ലാമിനെയാണ്. നമ്മുടെ നാട്ടിലൊരു പരിപാടി നടന്നാൽ അവിടെ തട്ടിക്കളിക്കുന്നത് ഇസ്ലാമിനെയാണ്. കാൽപന്ത് കളിക്കാരന്റെ കയ്യിൽ ഫുട്ബോൾ തട്ടുന്നത് പോലെ ഇവിടുന്ന് അവിടേക്ക്, അവിടെ നിന്ന് ഇവിടേക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹചന്തയിൽ മത്സര ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ, ആർഭാടത്തിന്റെ നടുവിൽ, ആഘോഷത്തിന്റെ നടുവിൽ, വ്യക്തി ജീവിതത്തിന്റെ നടുവിൽ, സാമ്പത്തിക മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ, സാമൂഹിക മേഖലകളിൽ, കുടുംബ ജീവിതങ്ങളിൽ, വ്യക്തി മേഖലകളിൽ ഇസ്ലാം നമുക്ക് അനുസരിച്ച് നമ്മൾ ആക്കാൻ കഴിയുന്ന ഒരു ഫ്ലെക്സിബിൾ ഇസ്ലാമിനെയാക്കി നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇസ്ലാമിനെ ഇട്ടിട്ട് നമ്മൾ പന്താടുകയാണ്. ഇസ്ലാമിനെ വെച്ചിട്ട് നമ്മൾ കളിക്കുകയാണ്. ഈ കളി അപകടകരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ കളിയാടുന്നത് ഇസ്ലാമിനെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതുവരെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ 5000 വിദ്യാർത്ഥികളുടെ ഇടയിൽ നടന്ന ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിലെ +2 താഴെ പഠിക്കുന്ന 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന 5000 വിദ്യാർത്ഥികളുടെ ഇടയിൽ നടത്തിയ സർവേ പ്രകാരം നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ 68% വിദ്യാർത്ഥികളിൽ ലൈംഗികമായ പീഡനത്തിന് ഇരയാക്കപ്പെടുന്നു എന്ന ആധുനിക വാർത്തയുടെ മുമ്പിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? +2 താഴെ, +2 മുകളിലോട്ടല്ല. നമ്മുടെ ഹൈസ്കൂളുകളിൽ, നമ്മുടെ സെക്കൻഡറി സ്കൂളുകളിൽ 68% വരുന്ന വിദ്യാർത്ഥികൾ ലൈംഗികമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അതിൽ ഏതാണ്ട് 40% പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധമാണ്. എവിടെയാണ് ഇസ്ലാം ഉള്ളത്? എവിടെയാണ് ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ ഉള്ളത്? എവിടെയാണ് ഇസ്ലാമിന്റെ പ്രയോഗവൽക്കരണങ്ങൾ ഉള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തിൽ ഇസ്ലാമില്ല. കേരളത്തിന്റെ കുടുംബ കോടതിയിൽ ഏറ്റവും കെട്ടിക്കിടക്കുന്നത് ക്രിമിനൽ കേസുകളല്ല, കുടുംബ കേസുകളാണ്. ഈ കേരളത്തിൽ നടക്കുന്ന വിവാഹമോചനത്തിൽ ഏതാണ്ട് 60% ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലിടയിലുള്ള അവിശ്വാസത്തിന്റെ പേരിലാണ്. ഇസ്ലാമില്ല. ഇസ്ലാമില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രയാസമാണ്, കുടുംബ പ്രശ്നങ്ങളാണ്. ഞാനീ പറയുന്നത് കണക്കുകൾ വെച്ച് സംസാരിക്കാനുള്ള സമയം എന്റെ മുമ്പിലില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിനെ 2 കൈയിൽ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ രീതിയിൽ മരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിനെ 2 കൈ കൊണ്ട് ഇങ്ങനെ മേടിക്കാൻ അള്ളാഹു, കൂട്ടിപ്പിടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞാൽ നടക്കൂല മക്കളെ. കാര്യം ഇച്ചിരി പ്രശ്നമാണ്. കാരണം 2 കൈയിലോട്ട് ഇസ്ലാമിനെ തന്നാൽ നിങ്ങൾ പിടിക്കൂ? 2 കൈയിലേക്ക് ഇസ്ലാമിനെ ഇങ്ങനെ നീട്ടി തന്നാൽ പിടിക്കൂ? ഇല്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവസാന കാലമാകുമ്പോൾ ഇസ്ലാമിനെ കയ്യിൽ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ കൽ ഖാബിലി അലൽ ജംർ, തീക്കട്ട കയ്യിൽ വെച്ചവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ നിങ്ങളുടെ കൈ ഇങ്ങനെ നീട്ടി വെക്കുമ്പോൾ ഒരു തീക്കട്ട എടുത്ത് ഉള്ളം കൈയിലോട്ട് വെച്ചാൽ ആ തീക്കട്ട കയ്യിൽ വെച്ചവന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണോ, അവന്റെ അവസ്ഥ എന്താണോ, അതാണ് ഇസ്ലാം കയ്യിൽ വെച്ചവന്റെ അവസ്ഥ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? ഇസ്ലാം കയ്യിൽ, തീക്കട്ട കയ്യിൽ വെച്ചവന്റെ മാംസം ഉരുകും. ഇസ്ലാം കയ്യിൽ വെച്ചവന് ഉരുകാൻ തുടങ്ങും. അവൻ താടി വെക്കും, അവൻ പിന്നെ തൊപ്പി വെക്കും, അവൻ തന്നെ വേഷം ഇസ്ലാമിന്റേതാകും. അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ഭീകരവാദിയാവും. അല്ലെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് രാജ്യദ്രോഹിയാകും. അതൊന്നുമല്ലെങ്കിൽ നാട്ടിലെ ആളുകൾ പറയും അവൻ വട്ടുപിടിച്ചു. നാട്ടിലെ ആളുകൾ പറയും, നാട്ടിലെ നല്ല ചെറുപ്പക്കാര് പറയും, ഒരു ചെറുപ്പക്കാരൻ നന്നായി താടി വെച്ചു, അവൻ തൊപ്പി വെച്ചു, 5 നേരം നിസ്കാരത്തിന് അവനുണ്ടായിരുന്നു, ഇത്രയും നാൾ അവന് പലിശയുമായി ബന്ധമുണ്ടായിരുന്നു, നിർത്തി. അവൻ ഇച്ചിരി മദ്യപാനം ഉണ്ടായിരുന്നു, നിർത്തി. നാട്ടിലെ അവന്റെ കൂട്ടുകാര് പറയും ഇവന് ഭ്രാന്ത് പിടിച്ചു, ഇവന് ഭ്രാന്ത് പിടിച്ചു. എത്രയോ ചെറുപ്പക്കാരുണ്ട് ഉസ്താദേ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം. അങ്ങനെ പല സൈസ് ആക്ഷേപങ്ങൾ ഉണ്ടാവും.
അങ്ങനെ പല സൈസ് ആക്ഷേപങ്ങൾ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കബീർ ഉസ്താദിന്റെ വഅദ് കേട്ടു. ഞാൻ അന്ന് ഒരു പർദ്ദ ഇടാൻ തുടങ്ങി. പിന്നീട് ഞാൻ നിസ്കാരം കളാക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോ കൂട്ടുകാരികൾ പറയും അവക്ക് വട്ട് വിളിച്ചു. ഇത്രയും നാൾ അവള് കടവാവലിന്റെ ചെറുകുമാര് രാച്ചയിട്ടിട്ട് നടന്നാണ്. ഒരു കാസറ്റ് കേട്ടിട്ട് അവളിപ്പോ തലയിൽ പർദ്ദയൊക്കെ ഇട്ട് വലിയ കറുത്ത ഒരു ഗൗണൊക്കെ ഇട്ട് ഇവളെന്താ LLBക്ക് പഠിക്കുക? ആളുകളുടെ അവസ്ഥ ഇതാണ്. ഈ അവസ്ഥയുടെ നടുവിലാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് വരാനിരിക്കുന്ന ലോകത്തിന്റെ സങ്കീർണതകൾ തന്റെ 6-ാം ഇന്ദ്രിയത്തിന് അകക്കണ്ണുകൊണ്ട് കണ്ട അള്ളാന്റെ റസൂല് പറഞ്ഞു, പ്രിയപ്പെട്ട സഹാബാ,